ബസിന്റെ എയർ ലീക്ക് പരിശോധിക്കുന്നതിനിടെ തല കുരുങ്ങി മെക്കാനിക്കിന് ദാരുണാന്ത്യം. കണ്ണൂർ പാട്യം പത്തായക്കുന്ന് സ്വദേശി സുകുമാരനാണ് മരിച്ചത്. എയർ ലീക്ക് പരിശോധിക്കാൻ മഡ്ഗാർഡിന് ഇടയിലൂടെ തലയിട്ടപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ദാരുണമായ സംഭവമാണ്. ഇങ്ങനെ ഒരു അപകടം മുൻപെങ്കും കേട്ടിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിൻ, ഇന്ന് രാവിലെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കണ്ണൂർ പത്തായക്കുന്നിലാണ്. സുകുമാരൻ മെക്കാനിക്കാണ്. അവിടെ വർക്ക്ഷോപ്പിലല്ല പണി ചെയ്യുന്നത്, അവിടെ വീടിനോട് തൊട്ട് സമീപം തന്നെയാണ്. വാഹനങ്ങൾ അവിടെ എത്തിച്ചാണ് ഈ മെക്കാനിക് പണികൾ ചെയ്തു വരാറ്. അങ്ങനെ ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ പണി ഇന്നലെ തന്നെ പൂർത്തീകരിച്ചതാണ്. അതിൻ്റെ എയർ സസ്പെൻഷൻ കംപ്ലൈൻ്റ് ആയതിനെ തുടർന്നാണ് അവിടെ സുകുമാരനെടുക്കെ ഈ ബസ് എത്തിച്ചത്. ഇന്നലെ തന്നെ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിരുന്നു. ഇന്ന് രാവിലെ ഇത് എയർ ലീക്കാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി, അതായത് ഈ എയർ ബലൂണാണ് ഉണ്ടാവുക എയർ സസ്പെൻഷൻ്റെ ഭാഗമായി. ആ എയർ ബലൂൺ ലീക്കാകുന്നുണ്ടോ, ഈ വാഹനം കൊടുക്കുന്നതിന് മുമ്പ് അവസാനഘട്ടമായ ഒരു പരിശോധന നടത്തിയതാണ്. ഈ മഡ്ഗാർഡിൻ്റെ ഇടയിലൂടെ തലയിട്ട് അവിടെ ഈ എയർ ബലൂണിൽ സ്പ്രേ ചെയ്താലാണ് ലീക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ സ്പ്രേ ചെയ്ത് ലീക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഈ ബലൂൺ താഴുകയും വാഹനം തന്നെ താഴോട്ട് അമരുകയും ചെയ്യുകയായിരുന്നു. അതിനിടെ ഈ മഡ്ഗാർഡിൻ്റെ ഇടയിലൂടെ ഈ തല ഇട്ടിരുന്നു. അങ്ങനെ സുകുമാരൻ്റെ തല അവിടെ കുടുങ്ങിപ്പോവുകയായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. ഏറെ സമയം കഴിഞ്ഞാണ് ആൾക്കാർ ഇത് ഇങ്ങനെ ഈ അപകടം കണ്ടത്. ആദ്യഘട്ടത്തിൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചേരുന്നെങ്കിലും അതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നതാണ് ആശുപത്രിയിൽ നിന്ന് നൽകിയിട്ടുള്ള വിവരം. ശരി, അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്. ദാരുണമായ സംഭവമാണ് കണ്ണൂരിലുണ്ടായത്.